ഇന്ന് വൃശ്ചികം 1 ശബരിമല മണ്ഡലക്കാലം അതിൻ്റെ തീർത്ഥാടനം ആരംഭിക്കുന്ന ദിവസമാണ്. ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 70,000 ഭക്തരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത്. 55,000 മുകളിൽ തീർത്ഥാടകർ ഇന്നലെ മാത്രം ശബരിമലയിൽ വൈകുന്നേരം ദർശനം നടത്തി. MG പ്രതീഷ് ശബരിമല സന്നിധാനത്ത് നിന്ന് ചേരുമ്പോൾ പമ്പയിൽ AV ജയശങ്കറുണ്ട്. കാനനപാത അതുവഴിയും ഭക്തർക്ക് ശബരിമലയിലെത്താം. എന്നാൽ ഈ കാനനപാത വഴി സഞ്ചരിക്കുന്ന ഭക്തരുടെ എണ്ണം കൃത്യമായി കോടതി ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ വിജയൻ കാനനപാതയിലുണ്ട്. അപ്പോൾ ആദ്യം ശബരിമല സന്നിധാനത്ത് നിന്ന് പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ പ്രതീഷ്. ഗുഡ് മോർണിംഗ്. വൃശ്ചികമാസ പുലരിയിൽ ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കാണ്. ഇന്നലെ 30,000 തീർത്ഥാടകരായിരുന്നു വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തതെങ്കിൽ ഇന്നലെ എത്തിയത് 55,529 തീർത്ഥാടകരാണ്. ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ 3 മണിക്കാണ് ശബരിമല നട തുറന്നത്. പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറന്നത് മുതൽ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തലും മരക്കൂട്ടത്തിലും ഉൾപ്പെടെ തീർത്ഥാടകരുടെ തിരക്കാണ്. 70,000 തീർത്ഥാടകർ ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ തീർത്ഥാടകർ ഈ സ്പോട്ട് ബുക്കിംഗ് വഴിയും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് പുതിയ മേൽശാന്തിയായ ED പ്രസാദ് നമ്പൂതിരിയാണ് ഈ ശബരിമല നട തുറന്നത്. ഇന്നലെ രാത്രി ഹരിവരാസനത്തോടുകൂടി നേരത്തെ ഉള്ള മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങിയിരുന്നു. വലിയ തിരക്കാണ് ഈ പല ഭാഗങ്ങളിലും ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഈ കൂടുതൽ തീർത്ഥാടകരുടെ തിരക്ക് കാരണം വലിയ ക്രമീകരണങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മരക്കൂട്ടത്തിൽ ഉൾപ്പെടെ 2-3 മണിക്കൂറുകളും തീർത്ഥാടകർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ കാത്തു നിന്ന ശേഷമാണ് തീർത്ഥാടകർക്ക് ദർശനം കിട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരു തീർത്ഥാടകരുടെ ഒഴുക്ക് ശബരിമലയിൽ രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് 18-ാം പടിക്ക് താഴെ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ എണ്ണമാണ്. നടപ്പന്തലടക്കം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ മാസം 2-ാം തീയതി വരെയുള്ള എല്ലാ വെർച്വൽ ക്യൂ സ്ലോട്ടുകളും ഇതിനോടകം തന്നെ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ശബരിമലയിൽ നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് തന്നെ കൂടുതൽ ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ വിവാദങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും ശബരിമലയെ ബാധിച്ചിട്ടില്ല എന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമ്മൾ ഇന്ന് കാണാൻ കഴിയുന്നത്. ഇന്ന് നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇന്നു മുതൽ ശബരിമലയിലുണ്ട്. പുതിയ മേൽശാന്തിയുടെ നേതൃത്വത്തിലായിരിക്കും അത്തരത്തിൽ ചടങ്ങുകളും വഴിപാടുകളും ശബരിമലയിൽ നടക്കുന്നത്. ED പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തിയായും MG മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയായും ഇന്നലെയാണ് സ്ഥാനാരോഹണം ഏറ്റത്. ഈ വലിയ ഒരു തീർത്ഥാടകരുടെ തിരക്ക് കാര്യം കൊണ്ട് തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നത്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ശബരിമല സന്നിധാനത്ത് തുടരുന്നുണ്ട്. 2 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അവലോകനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, തീർത്ഥാടക തിരക്ക് കൊണ്ട് സമ്പന്നമാണ് ശബരിമല സന്നിധാനം. SKN. താങ്ക് യു. ഇനി കാനനപാതയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. പറയൂ രാഹുൽ. SKN സത്രം പുല്ലുമേട് വഴി ഈ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഏകദേശം 400ഓളം തീർത്ഥാടകരാണ് ഈ കാനനപാത വഴി പോകുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഇന്നലെ മുതൽ തന്നെ സ്പോട്ട് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം തീർത്ഥാടകരെയും കാനനപാതയിലേക്ക് കയറ്റി വിടുന്നത് ഒരല്പം സമയം കഴിഞ്ഞതിന് ശേഷമേ തുടങ്ങൂ എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. 8 മണിയോടുകൂടി കാനനപാതയുടെ തുടക്കത്തിൽ പൂജാ കർമ്മങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കടത്തിവിടുക. ഈ പെരിയാർ കടുവാ സങ്കേതമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങൾ കൂടി വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണ മാലിന്യങ്ങൾ ഒന്നും തന്നെ ഈ കാനനപാതയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. വന്യമൃഗങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന വിധത്തിലേക്ക് നടപടികൾ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 12 കിലോമീറ്റർ ദൂരമാണ് സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴി 12 കിലോമീറ്റർ ദൂരമാണ് സന്നിധാനത്തേക്കുള്ള ദൂരം. ആ പാത മുഴുവൻ, ആ കാനനപാത മുഴുവൻ വനംവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ
ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട എല്ലാ തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടെ വനംവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ കാനനപാതയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണം, ആവശ്യത്തിനുള്ള ഭക്ഷണം, ഇതൊക്കെ ഈ കാനനപാതയിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 400ഓളം തീർത്ഥാടകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കഴിഞ്ഞ കൊല്ലം 1,35,352 പേരാണ് ഈ കാനനപാത വഴി ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനായി പോവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചില കുഴപ്പങ്ങൾ കൂടിയും ഈ തീർത്ഥാടകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ, അതായത് നിലവിൽ ദേവസ്വം ബോർഡിന്റെ 5 ടോയ്ലറ്റുകളും അതുപോലെ തന്നെ 3 ബയോ ടോയ്ലറ്റുകളും മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത്, വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ക്രമീകരിക്കേണ്ടിയിരുന്ന ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. മാത്രമല്ല ഈ വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രത്തിലേക്കുള്ള 14 കിലോമീറ്റർ റോഡ് അത് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. സഞ്ചാരയോഗ്യമല്ലാത്ത വിധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുടെ നടു ഒടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ചില പോരായ്മകൾ ഇവിടെ ഉണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ തീർത്ഥാടകർ മല കയറുന്നതിന് വേണ്ടി, കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഇന്നിവിടെ ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യമാണ്. SK രാഹുൽ വിജയനാണ് നമുക്കിപ്പം ചേർന്ന. അസംഖ്യം ഭക്തജനങ്ങൾ ഈ രാഹുൽ പാതയല്ല, കാനനപാത വഴി ശബരിമലയിൽ എത്തുന്നുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.